ജീവിതത്തിൽ സംശയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികം. പലതിനും വ്യക്തതകൾ ഇല്ലാത്തത് നിമിത്തവും നേരിട്ട് ബോധ്യപ്പെടാത്തത് നിമിത്തവും പലതും പൂർണ്ണമായും വിശ്വസിക്കുവാൻ കഴിയാതെ പോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നത്തേതിൽ വ്യക്തതയുണ്ടാകുമ്പോൾ, നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ നമ്മുടെ സംശയം മാറിക്കിട്ടുന്നു. ജീവിതത്തിൽ പലതിനെയും സംശയിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ദൈവ പൈതൽ ദൈവത്തെയും സംശയിക്കുന്നു എന്നതാണ് ഖേദകരം. ദൈവത്തെ സംശയിച്ചുകൂടാ എന്നത് നമുക്കറിയാമെങ്കിലും വിശ്വാസത്തിൻ്റെ അഭാവം ദൈവത്തെ സംശയിക്കുവാൻ കാരണമാകുന്നു. അങ്ങനെ യേശു കർത്താവിനെ സംശയിച്ച ഒരു ക്രിസ്തു ശിഷ്യനായിരുന്നു തോമാസ്. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് തോമാസ് ഇല്ലാതിരുന്ന ശിഷ്യരുടെ കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. കർത്താവിനെ കണ്ട വിവരം പിന്നത്തേതിൽ ശിഷ്യന്മാർ തോമാസിനെ അറിയിച്ചപ്പോൾ അവൻ പറഞ്ഞതത്രേ, "ഐ വോണ്ട് ബിലീവ് ഇറ്റ് അൺലെസ് ഐ സീ." കാണാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസം കഴിഞ്ഞപ്പോൾ തോമാസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർക്ക് കർത്താവ് പിന്നെയും പ്രത്യക്ഷമായി. യേശുവിൻ്റെ തുളയ്ക്കപ്പെട്ട കൈയും വിലാപ്പുറവും കണ്ടതിന് ശേഷമാണ് തോമാസിൻ്റെ സംശയം മാറിയത്. യേശു കർത്താവ് അന്ന് അവനോട് പറഞ്ഞതത്രേ, "അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക." നാം എല്ലാവരും ക്രിസ്തു വിശ്വാസികളായിരിക്കാം. എന്നാൽ നാം നമ്മോട് ചോദിക്കേണ്ടുന്നതത്രേ, നാം ഒരു അവിശ്വാസിയായ ക്രിസ്തു വിശ്വാസിയോ അതോ വിശ്വാസമുള്ള ക്രിസ്തു വിശ്വാസിയോ? ഇവിടെ തോമാസ് ഒരു അവിശ്വാസിയായി 8 ദിവസം നടക്കുകയുണ്ടായി. കർത്താവിനെ സംശയിച്ചും ശിഷ്യന്മാർ പറഞ്ഞ വാക്ക് അവിശ്വസിച്ചും കൊണ്ട് ക്രിസ്തു ഇല്ലാതെ നടന്നു നീങ്ങിയ 8 നാൾ. തോമാസിൻ്റെ സംശയത്തിന് 8 ദിവസത്തെ ദൈർഘ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നമ്മിൽ പലരും 8 ദിവസമല്ല, 8 മാസമായിട്ടും 8 വർഷമായിട്ടും ഇപ്പോഴും സംശയം കൊണ്ട് നടക്കുകയല്ലേ? പലതും ഇതുവരെ ശരിക്ക് ബോധ്യമായിട്ടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് നമ്മോടെല്ലാവരോടുമായി പറയുവാനുള്ള ഒരൊറ്റ സന്ദേശം: സ്റ്റോപ്പ് ഡൗട്ടിങ് ആൻഡ് ബിലീവ്. സംശയിക്കുന്നത് നിർത്തിയിട്ട് വിശ്വസിക്കുക. കർത്താവ് നിശബ്ദനായിരിക്കുമ്പോഴും അവിടുന്ന് നമുക്ക് പ്രത്യക്ഷനാകാതിരിക്കുമ്പോഴും അവനെ വിശ്വസിക്കുക. എലിസബത്ത് എലിയോട്ട് പറഞ്ഞതത്രേ, "ട്രൂ ഫെയ്ത്ത് ഓൺലി ഗോസ് ഇൻ ടു ഓപ്പറേഷൻ വെൻ ദർ ആർ നോ ആൻസേഴ്സ്." ഉത്തരങ്ങളില്ലാത്തപ്പോൾ മാത്രമാണ് യഥാർത്ഥ വിശ്വാസം പ്രവർത്തിക്കുന്നത്. നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, ഞാൻ വേദനയിലായിരിക്കുമ്പോഴും ആശയക്കുഴപ്പത്തിലായിരിക്കുമ്പോഴും അങ്ങ് നിശബ്ദനായിരിക്കുമ്പോഴും അങ്ങ് പ്രത്യക്ഷപ്പെടാതിരിക്കുമ്പോഴും സകലവും പ്രതികൂലമായിരിക്കുമ്പോഴും അങ്ങയെ സംശയിക്കാതെ പൂർണ്ണമായും വിശ്വസിക്കുവാൻ എന്നെ സഹായിക്കുക. ആമേൻ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.